12-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ സന്ദേശം കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മളിൽ ഫലം ഉളവാക്കുവാനാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മളായിരിക്കുന്ന സ്ഥിതിയിൽ തുടരണമെന്നല്ല, ഫലമുള്ളവരായി കർത്താവിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ഫലം പുറപ്പെടുവിക്കുന്നവരായി, ഫലമുള്ളവരായി തീരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറട്ടെ, ലൈഫിനെ കർത്താവ് മാറ്റട്ടെ, വലിയൊരു ഉയർച്ചയിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകട്ടെ. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ചിന്ത, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ ഫലമുളവാക്കുമ്പോൾ നിങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ മറക്കുവാൻ തുടങ്ങും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കുവാൻ തുടങ്ങും. ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇത് നമ്മുടെ അകത്ത് മനസ്സിലാകേണ്ട യാഥാർത്ഥ്യങ്ങളിലൊന്നാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുകയും നമ്മളെ തന്നെ ഒതുക്കുകയും ചെയ്യുന്ന മനോഭാവത്തിലാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അനുഗ്രഹങ്ങളിൽ വളരാനോ അനുഗ്രഹങ്ങളിൽ ഉയരാനോ അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ അകത്തില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, അനുഗ്രഹങ്ങളാണ് പല പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ വേർതിരിക്കുന്നത്. നിങ്ങളാരും കൈയടിച്ചില്ല. ദൈവം നൽകുന്ന നന്മകളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും കളയാനിടയാക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ വർഷം ദൈവം നമ്മളെ വർദ്ധിപ്പിക്കാനായി പോകുന്നു. ആമേൻ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നമുക്ക് വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 1-28 വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫ്രൂട്ട്ഫുള്ളായി പെരുകാനാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ എന്താകണമെന്നാണ്? ഫ്രൂട്ട്ഫുൾ ആകണമെന്നാണ്. എങ്ങനെയാകണമെന്ന്? ഫ്രൂട്ട്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ ഫലമുള്ളവരാകണം. ഫലമുള്ളവരാകുക മാത്രമല്ല, നമ്മൾ എങ്ങനെയാകണമെന്നാണ് വചനം പറയുന്നത്? നമ്മൾ പെരുകണം. എല്ലാ കരവും ഉയർത്തിയിട്ട് പറഞ്ഞേ, ഫലമുള്ളവരായി പെരുകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നും കൂടെ പറയണം, ഫലമുള്ളവരായി പെരുകുവാൻ, വർദ്ധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ എടുത്തിട്ട് പറ, ഫലമുള്ളവരായി പെരുകണം. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ച ആദ്യ കാര്യങ്ങളിലൊന്ന് ഫലമുള്ളവരായി പെരുകണം.
നിങ്ങളൊന്ന് പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്നേ. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചിന്ത വളരെ ഫലം കായ്ക്കണമെന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചിത്രം എന്തുവാ? നമ്മൾ ധാരാളം ഫലം കായ്ക്കണം. ധാരാളം ഫലം കായ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വചനം പറയുന്നത്? എങ്കിലേ പിതാവ് മഹത്വപ്പെടത്തുള്ളൂ. നിങ്ങളിലെ ഫലമാണ്, നിങ്ങളിലെ ഉയർച്ചയാണ്, നിങ്ങളിലെ വർധനവാണ്, നിങ്ങളിലെ അനുഗ്രഹമാണ് എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് കാരണമാകുന്നത്. നിങ്ങളുടെ വീട്ടിലെ തകർച്ചയല്ല, നിങ്ങളുടെ വീട്ടിലെ അനർത്ഥമല്ല, നിങ്ങളുടെ വീട്ടിലെ സങ്കടമല്ല, പകരം നിങ്ങളുടെ മുകളിൽ വരുന്ന അനുഗ്രഹങ്ങളാണ് അതിൻ്റെ കാരണം. നോക്ക്, നിങ്ങളുടെ അകത്ത് ധാരാളം സമൃദ്ധി വരുമ്പോൾ സകല സങ്കടങ്ങളും നിങ്ങൾ മറക്കാനായി തുടങ്ങും. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അതിൻ്റെ 51-ാമത്തെ വാചകം. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു. ജോസഫ് തൻ്റെ ആദിജാതനെ മനശ്ശെ എന്ന് പേരിട്ടു. എന്താ ദൈവം ജോസഫ് തൻ്റെ മകനെ ആദിജാതനെ, ആദ്യത്തെ പുത്രനെ മനശ്ശെ എന്ന് പേരിട്ടത്? വേദപുസ്തകം പറയുക, സകല സങ്കടങ്ങളും മറക്കുമാറാക്കി. എല്ലാവരും പറഞ്ഞേ, സകല കഷ്ടതകളും മറക്കുമാറാക്കി, എൻ്റെ പിതൃഭവനത്തെയൊക്കെയും മറക്കുമാറാക്കി. ഞാൻ ഈ പകലൊരു ദൂത് പറയട്ടെ. 2020, 2021, 2022 കാലഘട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്ന സകല വേദനകളും ഈ വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ മറക്കാൻ പോകുകയാണ്. കുറച്ചും കൂടെ കയറി പറയട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന പ്രതിസന്ധികൾ കൊണ്ടുവന്ന വേദനകൾ, അത് നിമിത്തമുണ്ടായ കഷ്ടതകൾ, അത് നിമിത്തമുണ്ടായ തകർച്ചകൾ മറക്കുമാറാക്കുന്ന ഒരു അനുഗ്രഹം ഈ വർഷം വരാൻ പോകുകയാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഡിസംബർ 31 പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് ഫെബ്രുവരി മാർച്ചിൽ നടക്കുന്ന കാര്യമാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചോ, ഒരു ആമീൻ പറഞ്ഞോ. എന്നോട് ഞാൻ പ്രവചിക്കുക, ഇത് ഫെബ്രുവരി മാർച്ചിൽ നടക്കുന്ന കാര്യമാണ്. കൈയടിച്ചു ഒരു ആമീൻ പറയാമോ? ഇന്നലെ എയർ അറേബ്യ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് കമ്പനിയുണ്ട്, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അവരെന്നെ വിളിച്ചിട്ട് ഇന്നലെ അവരെന്നെ കണ്ടിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തതിൻ്റെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. ഞാൻ ചിന്തിക്കുമായിരുന്നു, രസകരമായ ഒരു ഫോറിൻ കമ്പനിയാണ്, വിദേശത്തുള്ള ഷാർജയിലെ എയർപോർട്ട് ഫ്ലൈറ്റ് കമ്പനിയാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ വിളിച്ച് കണ്ടു, ഹോട്ടലിൽ വന്ന് കണ്ടു, അവാർഡ് തന്നു, ഒരു മൊമെൻ്റോ തന്നു. ഞാനത് വീട്ടിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നമോള് പറയുക, അപ്പം കഴിഞ്ഞ ആഴ്ച പ്രവചിച്ചിട്ടേ ഉള്ളൂ പലരും അപ്പയെ മാനിക്കാൻ തുടങ്ങാന്ന്. സത്യമോ? അപ്പോഴേ എൻ്റെ തലയിൽ അത് സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ. സമ്മാനങ്ങൾ വരാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച പ്രവചിച്ചിട്ടേ ഉള്ളൂ. എന്നോട് ഈ വർഷം വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഇത് വരുന്ന എല്ലാ മാസങ്ങളിലും ചില പ്രവചനങ്ങൾ ഉണ്ടാകാൻ പോവാ. ഇത് അടുത്ത വർഷം നടക്കേണ്ടതല്ല, ഈ മാസം നടക്കേണ്ടതാണ്. നിങ്ങളുടെ കെടുതികൾ മറക്കുന്ന വിധത്തിൽ ചില നന്മകൾ ചിലർ അനുഭവിക്കാൻ പോകുന്നു. കമോൺ, ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലെ സങ്കടങ്ങൾ, കഴിഞ്ഞ നാളുകളുടെ മുറിവുകൾ, കഴിഞ്ഞ നാളുകളിലെ പ്രയാസങ്ങൾ നിങ്ങൾ മറക്കത്തക്ക വിധത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഒഴുകുവാനായി പോകുന്നു. കമോൺ, വായ് തുറന്ന് കൈയടിച്ചേ ആമേൻ. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ജോസഫിന് പറയാനുള്ളത്, തൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ മുറിപ്പെടുത്തി, തൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ വിറ്റുകളഞ്ഞു, തൻ്റെ ജ്യേഷ്ഠന്മാർ കുഴിയിലിട്ട് കളഞ്ഞു, തൻ്റെ ജ്യേഷ്ഠന്മാർ വിറ്റതുകൊണ്ട് താൻ അടിമയായി, തൻ്റെ ജ്യേഷ്ഠന്മാർ വിറ്റതുകൊണ്ട് അടിമ ജോലി ചെയ്യേണ്ടി വന്നു, തൻ്റെ വീട്ടിലെ പൊന്നോമന പുത്രനായിരുന്ന ഞാൻ അടിമയായി ജോലി ചെയ്യേണ്ടി വന്നു. സങ്കടം ഒന്ന് ചിന്തിക്കാവോ? അത് മറന്നുപോകത്തക്ക വിധത്തിൽ അവനെ ദൈവം അനുഗ്രഹിച്ചു. ഞാനൊരു ദൂത് പറയട്ടെ, നിന്റെ വീട്ടിലെ ദുരിതങ്ങൾ അത് എത്ര വലുതായിരുന്നാലും അതെന്നേക്കുമായി മറക്കുന്ന വിധത്തിൽ എൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാനായി കഴിയും. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഈ വരുന്ന ദിവസങ്ങൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണ്ട. ജയിലിൽ കിടക്കുന്ന ഒരാളെ സ്വർഗം മാനിച്ചത് ആ രാജ്യത്തിലെ കളക്ടറാക്കിക്കൊണ്ടാണ് എങ്കിൽ,
പ്രധാനമന്ത്രിയാക്കിക്കൊണ്ടാണെങ്കിൽ എൻ്റെ ദൈവത്തിന് നിമിഷങ്ങൾക്കകത്ത് നിങ്ങളുടെ പിതൃഭവനങ്ങൾ നൽകിയത്, നിന്റെ അപ്പനപ്പന്മാർ നൽകിയത്, വീട്ടിനകത്ത് നൽകിയത് മുഴുവൻ മറക്കുന്ന വിധത്തിൽ ചില നന്മകൾ ദൈവത്തിന് തരാം. ചന്ദ്രൻ ബ്രദറെ വിശ്വസിച്ചോ? ചിലത് മറക്കുന്ന വിധത്തിൽ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ ചിലത് മറക്കുന്ന വിധത്തിൽ, ചിലത് മറക്കുന്ന വിധത്തിൽ. എന്ന് പ്രസംഗിച്ചു തുടങ്ങിയില്ല കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ ജോസഫിന്റെ മേൽ വന്ന അനുഗ്രഹം അവരുടെ ലൈഫിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. ഞാൻ താമസിക്കുന്നത് ഒരു കൊട്ടാര സദൃശ്യമായ വീട്ടില്. എന്നാൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് പല വാടക വീടും ഞങ്ങൾക്ക് തന്ന വിഷമങ്ങൾ. വെള്ളമില്ലാത്ത വീട്ടിൽ 5 വർഷം താമസിച്ചിട്ടുണ്ട്. കുടിക്കാൻ പോലും കൊള്ളത്തില്ല, കുളിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ഞങ്ങൾ അത് ഓർക്കുപോലും ഇല്ലാത്ത വിധത്തിൽ, ഞങ്ങളുടെ തലയിൽ നിന്ന് വാഷ് ചെയ്യുന്ന വിധത്തിൽ ബെസ്റ്റ് എന്ന് തോന്നുന്നതിനെ എൻ്റെ ദൈവം ഞങ്ങളെ നൽകി അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ദൈവം. നിന്റെ സങ്കടങ്ങളെ മറക്കുന്ന വിധത്തിൽ ദൈവം നിന്നെ മാനിക്കാനായി പോകുന്നു. ഒന്ന് തിരിഞ്ഞോ കേട്ടോ, ഒന്ന് തിരിഞ്ഞിട്ട് പറ, ഇന്നലകളിൽ എൻ്റെ ലൈഫിലുണ്ടായ സകല മുറിവുകളും സകല വേദനകളും ഞാൻ ഓർമ്മിക്കുക പോലും ചെയ്യേണ്ടാത്ത വിധത്തിൽ നന്മകൾ എന്നെ മൂടുവാൻ പോകുന്നു. നന്മകൾ എന്നെ മൂടുവാനായി പോകുന്നു. ചേർന്ന് കൈ അടിച്ചൊരു ആമീൻ പറ. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, സങ്കടദേശത്ത് എന്നെ ദൈവം വർദ്ധിപ്പിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സങ്കടദേശത്ത് എന്നെ ദൈവം വർദ്ധിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എവിടെയാണോ ഇന്ന് സങ്കടത്തോടിരിക്കുന്നത് അവിടെ ദൈവം വർദ്ധിപ്പിക്കാതെ നിന്നെ വിടത്തില്ല. ഓ ലവ് യു ജീസസ്. അടുത്ത വാചകം പറഞ്ഞ് എഫ്രൈം എന്ന് പേരിട്ടു. ഞാൻ നിങ്ങളോട് പറയാം, ചിലരുടെ സങ്കടത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മാസങ്ങളും ദിവസങ്ങളുമായത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ആഴ്ച എൻ്റെ കടഭാരം തീരും, ഈ ആഴ്ച എൻ്റെ കെടുതികൾ തീരും, ഈ ആഴ്ച എൻ്റെ വേദനകൾ തീരും, ഈ ആഴ്ച എൻ്റെ പ്രതിസന്ധികൾ തീരും. സങ്കടം തുടച്ചു മാറ്റപ്പെടും. ഓഹോ ഓഹോ യേശുവേ ആരാധിക്കുന്നേ. ഓഹോ ഓഹോ യേശുവേ സ്നേഹിച്ചിടുന്നേ. ഒന്ന് പറയാവോ? സങ്കടദേശത്തന്നെ ദൈവം വർദ്ധിപ്പിക്കും. അപ്പോ നമ്മളിൽ ഉണ്ടാകുന്ന വർധനവ്, ഒന്ന് പറയാനോടുകൂടെ, എന്നിൽ ദൈവം തരുന്ന വർധനവ് എൻ്റെ സങ്കടത്തെ മറക്കുമാറാക്കും. ഈ ദൈവം ഒരാളുടെ സങ്കടത്തെ മറക്കുമാറാക്കുന്ന വിധം പരിശുദ്ധാത്മാവ് വന്ന് ആ സങ്കടത്തെ മാറ്റും, ആ സങ്കട ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റും. എന്നാൽ ദൈവം രണ്ടാമത് ചെയ്യുന്ന മാർഗമായത് ദൈവ അനുഗ്രഹങ്ങളെ തന്ന സങ്കടത്തെ മാറ്റും. ഓ വേണ്ടവർ ചാടി പിടിച്ചോണം കേട്ടോ. അനുഗ്രഹങ്ങളെ തന്ന് സങ്കടങ്ങളെ മാറ്റുന്ന വശം. നീ ആരുമല്ല. ജോസഫിനോട് ചോദിച്ചേ, ജോസഫേ നീ എങ്ങനെയായിരുന്നു? ആരുമല്ല, ഒന്നുമല്ല എന്ന വേദനയിലായി പോയി. വീട്ടിലെ പൊന്നോമന പുത്രനായി ഞാൻ ആരുമല്ല, ഒന്നുമല്ല എന്ന സ്ഥിതിയിലേക്ക് മാറി. എന്നാൽ ദൈവം ഉയർത്തിയപ്പോ ആ സങ്കടങ്ങൾ മറന്നു എന്നല്ല, എന്റെ അപ്പന്റെ വീട് നൽകിയ സകല വേദനകൾ മറന്നു എന്നല്ല, അതിനേക്കാൾ 1000 മടങ്ങ് ഉയർന്നു വന്നു. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ജോസഫിനോട് ചോദിക്കാൻ, ജോസഫേ എങ്ങനെയാണ് ദൈവം നിന്റെ സങ്കടത്തെ മാറ്റിയത്? അവൻ പറയും, സങ്കടദേശത്ത് വർദ്ധിപ്പിച്ചു. ജോസഫേ എങ്ങനെയാണ് ദൈവം നിന്നെ സങ്കടങ്ങൾ മറക്കുമാറാക്കിയത്? ജോസഫ് ആദ്യം പറയും, എനിക്ക് ദൈവം പൊസിഷനുകളെ തന്നു. ഒന്ന് പറയാവോ? ദൈവം എന്ത് ചെയ്തു? പൊസിഷനുകൾ. ചോദിക്കാം, എവിടാ ജോസഫേ നിനക്ക് പൊസിഷനെ തന്നത്? ജോസഫ് പറയും, 47-ാം അധ്യായം 45-ാം അധ്യായം 7-ാം വാക്യം അവിടെ എഴുതിയിരിക്കുക, തന്നെ ജയിലിൽ അടയ്ക്കാൻ, തന്നെ ഫറവോന്റെ വീട്ടിലാക്കാൻ, തന്നെ അടിമയ്ക്ക് വിറ്റുകൊടുക്കാൻ ആരാണോ കാരണമാക്കിയത് അവരുടെ മുകളിൽ ദൈവം പൊസിഷൻ തന്നു. ഓ ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ക്രിസ്തീയ വിശ്വാസികളുടെ ഉള്ളിലെ പറയുന്നൊരു വാചകമാ, ഒന്നും വേണ്ട, ഒന്നും ആകണ്ട, ഇങ്ങനെ പോയാൽ മതി. അങ്ങനെ പോകുന്നവരുടെ കാര്യമല്ല. എനിക്ക് ചിലതിന് മുകളിൽ പൊസിഷൻ വേണം.
പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. ചിലരുടെ ഉള്ളിൽ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ചിലർ ഇന്ന് പകല ദൂത് ഏറ്റെടുക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില പൊസിഷനുകളെ നൽകി ദൈവം നിങ്ങളെ മാനിക്കാനായി പോകുന്നു. ഈ ദൈവം പൊസിഷനുകൾ നൽകുക എന്ന് പറഞ്ഞ എന്നാന്നറിയാവോ? ദൈവം നിങ്ങളെ എവിടെയാണോ താഴ്ത്തിക്കെട്ടിയത് അവിടെ പൊസിഷനുകളെ തരും. Can I repeat it? എവിടെയാണോ താഴ്ത്തിക്കെട്ടിയത് അവിടെ പൊസിഷനുകൾ തരും. എവിടെയാണോ നിന്നെ താഴ്ത്താനിടയായത് അതിന്റെ മുകളിൽ വെക്കും ദൈവം. ഒന്നുകൂടെ പറയട്ടെ, നിന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ, നിന്നെ ആരും ഉൾക്കൊള്ളുന്നില്ലെന്ന് പറയുന്നില്ലേ, അതിന്റെ മുകളിൽ കൊണ്ടങ്ങ് വെക്കും. അത് കാണണം. പക്ഷെ അറിയേണ്ടത്, ജോസഫിന്റെ പ്രത്യേകത, ജോസഫിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ജോസഫിനെ ആർക്ക് വിശ്വാസമായിരുന്നു? കാരണം താൻ മുകളിൽ വെച്ചാലും തന്നെ ഉപദ്രവിച്ചവനെ അവൻ വേദനിപ്പിക്കത്തില്ലെന്നറിയാമായിരുന്നു. നമ്മളെങ്ങനെയാണെന്നറിയോ? നമുക്കൊരു പൊസിഷൻ കിട്ടിയ, എടാ അന്ന് നീ എന്നെ കുറച്ച് പണിഞ്ഞതാടാ, നിന്നെ പണിയാതെ ഞാൻ വിടത്തില്ലടാ, അതാടാ മോനെ നീ മേളി വരാത്തതും. ഒന്നും കൂടെ പറയട്ടെ, അന്ന് നീ കുറെ എൻ്റെ മേൽ നിറങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് കൗണ്ടർ ഇടുമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? അവരുടെ കാര്യമല്ല. മുകളിലാക്കുമ്പോഴും താഴെ എന്നെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാൻ കഴിയുന്ന ആരെങ്കിലും മനസ്സൊരുക്കമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവം നിന്നെ അടുത്ത ലിഫ്റ്റിംഗിലേക്ക് കൊണ്ടുവരികയാ. കമോൺ കമോൺ, ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ജോസഫിന്റെ, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്റെ പൊസിഷനിന്റെ പ്രത്യേകത. കർത്താവ് പറയും, പൊസിഷനിക്കാൻ മുമ്പ് നിന്റെ മനസ്സിനെ ഞാൻ പൊസിഷൻ പെടുത്തും. ഓ ലവ് യു ജീസസ്. വാശിയിൽ നിൽക്കുന്നവരോടല്ല ദൈവം ഉയർച്ച തരുന്നത്. ആമേൻ. വാശിയിൽ നിൽക്കുന്നവരെ ദൈവം അവിടെ ഇരുത്തിയാൽ അവർ സഭയ്ക്ക് ഉപദ്രവമാകും. വാശിയിൽ നിൽക്കുന്നവരെ ആ സ്ഥലത്തിരുത്തിയാൽ അനേകരെ മുറിപ്പെടുത്തുന്നവരെ അല്ല ദൈവം ഉയർത്തുന്നത്. ആരാണോ സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഉപയോഗിക്കുന്നത് അവരെയാ ദൈവം ഉപയോഗിക്കുന്നത്. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. നമുക്ക് ആവർത്തന അപ്പോസ്തലപ്രവൃത്തി 7:35 വാക്യം വായിക്കാൻ നമുക്ക് കാണാം. ആ മോശയെ കുറിച്ചാണ് പറയുന്നത്. മോശെ തൻ്റെ സഹോദരന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് നിന്നെ ഞങ്ങളുടെ മുകളിൽ അധികാരിയും വിധികർത്താവുമാക്കിയത്? ഒരിക്കലും അവര് ചോദിച്ചതാ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ആ ചോദിച്ച സ്ഥലത്ത് തന്നെ മോശയെ ദൈവം ന്യായാധിപതിയും വിധികർത്താവുമാക്കി കളഞ്ഞു. ആ മോശയെ കുറിച്ചുള്ള വാചകം അറിയാവോ? മോശയെ പോലെ സൗമ്യനായ ഒരാൾ ഭൂമിയിലില്ലായിരുന്നു. തന്നെ വിധികർത്താവ് ആരടാ, നിന്നെ ആരടാ എൻ്റെ മുകളിൽ ആക്കിയെന്ന് ചോദിച്ച ആ ആളിനോട് പ്രതികാരം ചെയ്യാൻ മോശ പോയില്ല. അവരെയും കൂടെ ചേർത്തണച്ച് തൻ്റെ കൂടെ നടക്കാൻ തയ്യാറായി. ഞാൻ ദൂത് പറയട്ടെ, നിന്നെ ആരാടാ ഇതിനാക്കിയതെന്ന് ചോദിക്കുന്നത് ആരാണോ അതിൻ്റെ മുകളിലാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾ എന്താ കൈയടിക്കാഞ്ഞേ? എവിടാണോ അംഗീകാരം ലഭിക്കാതെ പോയത് അവിടെ തന്നെ നിന്നെ അംഗീകരിപ്പാൻ എല്ലാവർക്കും വേണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നത്തെ ഈ മാസത്തെ ദൂത ചിലരുടെ കൈകളിലേക്ക് അത് ഒഴുകാൻ പോവാ, ഡൗട്ടേ ഇല്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. ആമീൻ. അവൻ്റെ കരങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ, ആമീൻ, ആ തുടരുന്ന അവസ്ഥയിൽ തുടരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു ആത്മീയ പ്രതലത്തിലേക്ക്, ഭൗതിക നന്മയിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണമെന്ന കർത്താവിൻ്റെ ഇഷ്ടം. ആമീൻ. കർത്താവ് നിങ്ങളെ അവിടെ എത്തിക്കട്ടെ. നമ്മുടെ സ്വഭാവങ്ങളിൽ, ആമീൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിലെല്ലാം ഫലമുള്ളവരായി കർത്താവ് നമ്മളെ മാറ്റട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ കുടുംബത്തിൻ്റെ കർത്താവ് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് ഇവർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിൻ്റെ പേര് ജയലക്ഷ്മി, ഈ മകളുടെ പേര് മീര. മോള് 10th എക്സാമിന് പോകുമ്പോൾ മോൾക്ക് കടുത്ത തലവേദനയും കൈപെരുപ്പും വലത് കൈ ഉയർത്താൻ കഴിയാത്ത അവസ്ഥയുമായിരുന്നു. എന്നാൽ ബ്രദർ പ്രാർത്ഥിച്ചു, നല്ല റിസൾട്ട് ലഭിച്ചു എന്ന് മാത്രമല്ല, മോൾ ആഗ്രഹിച്ച ഗേൾസ് സ്കൂളിൽ തന്നെ +1 അഡ്മിഷൻ നേടുവാനും കർത്താവ് ഇടയാക്കി എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ മോൾക്കും അമ്മയ്ക്കും 1.5 വർഷമായി സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഇവിടെ കയ്യിലെല്ലാം വട്ടം വട്ടമായിരിക്കില്ലായിരുന്നു, ഉരുണ്ട് പോയി. ഓ, ഭയങ്കര ശരീരം ചൊറിഞ്ഞു പൊട്ടുക, കൂടാതെ ഈ ചൊറിച്ചിൽ കാരണം 1.5 വർഷമായി 2 പേർക്കും ഉറക്കമില്ലാതിരുന്നു. ധാരാളം അത് ഇവിടെ കയ്യിൽ നിന്ന് കാണുമായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലാത്തോണ്ടാ. ഇങ്ങനെ വട്ടമായിട്ട് വാച്ച് പോലെയായിരുന്നു ദേഹം മുഴുവൻ. അങ്ങനെയല്ലായിരുന്നു ഇവിടെ? അല്ല, ഞാനും സോളിയോട് ഒരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട്. കൊച്ചു പിള്ളേരാ, അവർക്ക് ഡ്രസ്സ് ഇടുമ്പോഴും അവർക്ക് കൈയും കാലൊക്കെ കാണണമെന്നല്ലേ അവർക്ക് തോന്നത്തുള്ളൂ. അത് കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മറച്ചു വെക്കണം തോന്നുമ്പോൾ വിഷമമാവും അല്ലേടി? ധാരാളം മെഡിസിൻ കഴിച്ചു. സൗഖ്യം വലുതാണ്. പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഈ സൗഖ്യത്തെക്കാളും വലുത് നമ്മളെ കർത്താവ് സ്നേഹിക്കുന്ന, കുഞ്ഞുങ്ങളെ കർത്താവ് സ്നേഹിക്കുന്ന വലിപ്പമൊന്നും ശ്രദ്ധിച്ചേ നിങ്ങൾ. ഒന്ന് കൈയടിച്ച കർത്താവിനെ സ്തുതിച്ചേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കാര്യം പോലും കർത്താവിൻ്റെ ശ്രദ്ധയിലുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറയാം, നിങ്ങളുടെ കുഞ്ഞു കാര്യം പോലും എൻ്റെ യേശുവിൻ്റെ ശ്രദ്ധയിലുണ്ട്. ആമേൻ. പറഞ്ഞേട്ടെ. 2 പേർക്കും അലർജി ഉണ്ടായിരുന്നു, 2 പേർക്കും ആ കാര്യം സൗഖ്യമായി. പറഞ്ഞേട്ടെ. കൂടാതെ മോൾക്ക് ദേഹത്തും കയ്യിലും ചെറിയ ഉണ്ണികളും അരിമ്പാറയും ഉണ്ടായിരുന്നു. ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അതും പൂർണ്ണമായി സൗഖ്യമായി. മോളുടെ അച്ഛൻ ആക്സിഡൻറ്റിനെ തുടർന്ന് 1 വർഷമായി കാലിൽ ഒരു വ്രണമുണ്ടായി, അത് കരിയാതിരിക്കുമായിരുന്നു. എന്നാൽ ബ്രദറിൻ്റെ അടുക്കൽ വന്നു, ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ ആഴ്ചയിൽ തന്നെ അത് പൂർണ്ണമായി കരിഞ്ഞുണങ്ങി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടാതെ സിസ്റ്ററിന്റെ യൂട്രസിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു, ഡേറ്റ് കൊടുത്തു. എന്നാൽ സിസ്റ്റർ വിശ്വാസത്തോടെ യൂട്യൂബിൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിച്ചു. സ്പോൺസർ ചെയ്ത ദിവസം ബ്രദറും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും പോയി സ്കാൻ ചെയ്തു, മുഴകളില്ല. ഡോക്ടേഴ്സ് പറയുന്നത് മഹാ അത്ഭുതമായിരിക്കുന്നു എന്നാണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു കൈയടി കൊടുത്തേ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, നിനക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞു. ഓ, നല്ല ചുണയായിട്ടൊരു കൈയടി കൊടുത്തേ കർത്താവിന്. ഓപ്പറേഷൻ കൂടാതെ ചിലത് സൗഖ്യമായെന്ന് പറയുന്നു, വലിയ കാര്യമാ. യേശുവെ നിന്ന് ഉറക്കെ വിളിച്ചേ യേശുവെ നിന്ന് വിളിച്ചേ. ചിലരുടെ മഴ മാറിപ്പോകട്ടെ, ചിലരുടെ തടിപ്പുകൾ മാറിപ്പോകട്ടെ, ചിലർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. Now in the name of Jesus. സന്തോഷമായിട്ട് പോയട്ടെ. ബ്രദർ സിസ്റ്ററിൻ്റെ പേര് പ്രിൻസി എന്നാണ്. നന്ദങ്കോട് നിന്നുമാണ് സിസ്റ്റർ വരുന്നത്. കഴിഞ്ഞ ജൂൺ 18-ാം തീയതി ബ്രദർ സിസ്റ്ററിനോട് അങ്ങോട്ടൊരു ആലോചന പറഞ്ഞു. ആരെങ്കിലും ഓർമ്മിക്കുന്നു പ്രിൻസിയെ ഒരു പുതിയ പൊസിഷൻ തരുന്നു ഞാൻ പറഞ്ഞു? ആരെങ്കിലും ഓർമ്മിക്കുന്നു? കേട്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ഓഫീസിൽ പുതിയൊരു പൊസിഷൻ ലഭിക്കുന്നു എന്ന് പറഞ്ഞു, പ്രൊമോഷനോട് കൂടി തന്നെ. എന്നാൽ സിസ്റ്റർ വിശ്വാസത്തോടു കൂടി അതിനെ ഏറ്റെടുത്തു. സിസ്റ്റർ പറയുന്നത് ജൂൺ 29-ാം തീയതി സിസ്റ്ററിന് പ്രൊമോഷൻ ലഭിച്ചു എന്ന് റിപ്പോർട്ട് ഓഫീസിൽ നിന്ന് ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ തലയിൽ കൂടെ പോലും പോയിട്ടില്ലായിരുന്നു ബ്രദർ ആലോചന പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ. എൻ്റെ 29-ാം തീയതി മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻസിയുടെ പൊസിഷൻ മാറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുക, പ്രിൻസി ഒരിക്കലും വിചാരിച്ച് കാണത്തില്ലല്ലേ, കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും അവരത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ വരണമെങ്കിൽ ഇനി അടുത്ത വർഷമാകും. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഇങ്ങനെ ഒരു പൊസിഷൻ ചേഞ്ച്. അതും പുറത്തുനിന്ന് ഒരു ആർക്കിടെക്ചറാണ് പറഞ്ഞത്. ഇത്രയും നമുക്ക് F വരെയായിരുന്നു ടീം ഉണ്ടായിരുന്നു, A മുതൽ F വരെ. പുള്ളി പറഞ്ഞു പറ്റത്തില്ല, ഒരു ടീമും കൂടെ പുതുതായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ G എന്ന് പറഞ്ഞൊരു പുതിയ ടീം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഹെഡാക്കി എന്നെ മാറ്റി. അടുത്തിരിക്കുന്നവരോട് നിനക്ക് വേണ്ടി ചിലത് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞേ. അയ്യടാ, കൈ അടിക്കുന്നത് കേട്ടാൽ സങ്കടം തോന്നുന്ന രീതിയില്ല. ഒന്ന് ചേർന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. താങ്ക് യു പ്രിൻസി, ബ്ലെസ് യു. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ സൗഖ്യങ്ങൾക്കും അനുഭവങ്ങൾക്കും വിടുതൽക്കുമായി നന്ദി പറയുന്നു. ആരൊക്കെ ദൈവശബ്ദം കേൾക്കുന്നുവോ, ദൈവസാന്നിധ്യത്തിലായിരിക്കുന്നുവോ, അവരുടെ ജീവിതം മുഴുവനും അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അവനെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. എൻ്റെ ദൈവത്തെ മാറ്റിവെച്ചിട്ട് എനിക്കൊരു ലൈഫില്ല. കർത്താവ് എവിടെയുണ്ടോ അവിടേക്ക് അത്ഭുതമുണ്ടാകും.
ഒരു വ്യക്തി ആ സ്ഥിതിയിൽ തുടരത്തില്ല. അവൻ്റെ സ്ഥിതി മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയം എന്നെ കാണുന്നവർ, ഈ മെസ്സേജ് നിങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്നവർ, ജീവിതത്തിൽ ചില മേഖലയിൽ മാറ്റമില്ല എന്ന് പറയുന്നവർ, കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ വീടുകളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിറച്ചാട്ടെ അപ്പാ, നന്മയിൽ നിറച്ചാട്ടെ അപ്പാ, ദൈവിക അനുഭവങ്ങളിൽ നിറച്ചാട്ടെ അപ്പാ. കർത്താവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എനിക്കൊരു മോളെ കാണാം. ആ മോളെക്കുറിച്ച് പറയുന്നത്, ഒത്തിരി ഇൻ്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്തു. മടുത്തു, ഇനി പോകാൻ വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ജയം ആ മോളുടെ ലൈഫിൽ വരികയാണ്. കർത്താവിൻ്റെ കൃപ യേശുവിൻ്റെ നാമത്തിലപ്പാ. കർത്താവെ, ആ ജോലിയോട് വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രയാസങ്ങൾ മാറട്ടെ അപ്പാ. കർത്താവെ, വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്കത് കേൾക്കാൻ കഴിയണം. കർത്താവെ, അവിടുന്ന് ചെയ്ത അത്ഭുതത്തെ കേൾക്കാൻ കഴിയണം അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. അതേപോലെ തന്നെ മുഖത്ത് മാറി മാറി സ്കിൻ ഡിസീസ് വരുന്ന, ഒന്ന് മാറും പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. അങ്ങനെ സ്കിൻ ഡിസീസിനാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ കർത്താവ് കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അത് ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി കർത്താവേ. അപ്പാ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. വീടുകളിൽ ദൈവിക സമാധാനം വസിക്കട്ടെ അപ്പാ. സന്തോഷം വസിക്കട്ടെ അപ്പാ. കർത്താവെ, ഉയർച്ച വസിക്കട്ടെ അപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.